ആരവിടെ? ചക്രവർത്തിയുടെ സ്വരം കേട്ട് ഒരു ഭടൻ ഇങ്ങോട്ടോടി വന്നു. എന്താണ് ഇവിടെ ഒരു ബഹളം? അത് ഒരപരിചിതൻ കൊട്ടാരത്തിൽ കയറിയിരിക്കുന്നു. അയാളെ പിടിച്ച് പുറത്താക്കുന്നതിൻ്റെ ബഹളമാണ്. അയാളുടെ ആവശ്യമെന്താണ്? ഒരാവശ്യവുമില്ല. വർത്തമാനം കേട്ടിട്ട് അയാളൊരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. അതെന്താ? അയാളുടെ ഒരൊട്ടകം കാണാതായിരിക്കുന്നു അത്രേ. അത് തിരയാനാണ് കൊട്ടാരത്തിനകത്ത് കയറിയതെന്ന്. രാജാവിന് ആ വാർത്ത കേട്ട് അത്ഭുതം തോന്നി. ഒട്ടകം തിരയുന്നത് രാജകൊട്ടാരത്തിലോ? വിചിത്രം തന്നെ. ആട്ടെ, അയാളെ ഉടനെ നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കൂ. രാജാവ് കൽപ്പിച്ച നിമിഷങ്ങൾക്കകം രാജകീയാജ്ഞ നിറവേറ്റപ്പെട്ടു. ആഗതൻ ചക്രവർത്തിയുടെ മുന്നിലെത്തി. താങ്കൾ ആരാണ്? എങ്ങനെ ഈ കൊട്ടാരത്തിനകത്തെത്തി? ചക്രവർത്തി ചോദിച്ചു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാനിവിടെ എത്തിച്ചേർന്നു. ആഗതൻ പ്രതിവദിച്ചു. നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഇവിടെ വന്നതെന്തിനാണ്? എൻ്റെ ഒരൊട്ടകം കാണാതായിരിക്കുന്നു. അത് ഇവിടെ എങ്ങാനും വന്നു പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നതാണ്. താങ്കൾക്ക് ചിത്തഭ്രമം പിടിപെട്ടോ? രാജകൊട്ടാരത്തിനകത്ത് ആരെങ്കിലും ഒട്ടകത്തെ തിരഞ്ഞു വരുമോ? രാജാവിൻ്റെ ചോദ്യം കേട്ട് ആഗതൻ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? രാജാവ് കോപാകുലനായി ചോദിച്ചു. ഒന്നുമില്ല. രാജകൊട്ടാരത്തിൽ വന്ന് ഒട്ടകത്തെ അന്വേഷിക്കുന്ന എനിക്ക് ഭ്രാന്താണെന്ന് അങ്ങയും പരിചാരകന്മാരും ഒന്നടങ്കം പറയുന്നു. ശരി, സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ഭ്രാന്ത് തന്നെ. എന്നാൽ എന്നെക്കാൾ വലിയ ഭ്രാന്തൻ ചക്രവർത്തിയാണെന്ന് ഞാൻ പറയുന്നു. എന്ത്? നമുക്ക് ഭ്രാന്താണെന്നോ? അതേ തിരുമേനി. അങ്ങ് സുഖലോലുപനായി കൊട്ടാരത്തിൽ ജീവിക്കുന്നു. വെഞ്ചാമരം വീശാൻ കന്യകന്മാർ, ആജ്ഞാനുവർത്തികളായ പരിചാരകന്മാർ, രാസസമ്പൂർണമായ ഭക്ഷ്യവിഭവങ്ങൾ എല്ലാം കൈപ്പിടിയിൽ അമർന്നു നിൽക്കുന്നു. അങ്ങ് ഭൗതിക സുഖത്തിൻ്റെ ഏറ്റവും വലിയ പറുദീസയിലാണ് വായുന്നത്. ഇങ്ങനെ സുഖസമൃദ്ധിയിൽ വായുന്നതോടൊപ്പം തന്നെ അങ്ങ് അല്ലാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു. സർവ്വലോകരക്ഷിതാവിൻ്റെ പ്രീതി കാക്ഷിക്കുന്ന ഭൗതിക സുഖത്തിൻ്റെ പരിലാളനമേറ്റുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് രാജകൊട്ടാരത്തിൽ ഒട്ടകത്തെ തിരയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അബദ്ധമാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാരാജാവ് ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. ഇത്രയും കാലം മൂഢസ്വർഗത്തിലായിരുന്നു താൻ എന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായി. ചക്രവർത്തിയുടെ ഹൃദയത്തിൽ ചിന്താശകലങ്ങൾ മുളപൊട്ടുവാൻ തുടങ്ങി. അദ്ദേഹം എന്തോ സംശയം തീർക്കുവാൻ വേണ്ടി ആഗതൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി തല ഉയർത്തി നോക്കി. അത്ഭുതം, അയാളെ അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല. തൻ്റെ അടുക്കൽ വന്നത് വെറുമൊരു സാധാരണ മനുഷ്യനല്ലെന്ന് രാജാവിന് ബോധ്യമായി. പശ്ചാത്താപം കൊണ്ട് ആ ഹൃദയം നീറിപ്പുകഞ്ഞു. രാജാവിൻ്റെ ഇരുനയനങ്ങളിൽ നിന്നും കണ്ണുനീർ കണങ്ങൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. സുഖസൗഭാഗ്യങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പാരത്രിക മോക്ഷം കൊതിക്കുന്നു. ഇല്ല, ഒരിക്കലും ഞാനിനി ഈ സിംഹാസനത്തിൽ ഇരിക്കില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം തീരുമാനിച്ചു.